ഹായ്, ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. രാവിലെ എണീറ്റ് അതേ കോലത്തിലാണ് നിങ്ങൾ മുന്നിൽ ഞാൻ ഇരിക്കുന്നത്. ജസ്റ്റ് തട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ മൈലഞ്ചി ഇട്ടിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്കല്ല, നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ട്, ചെടികൾക്ക് അതേമാതിരി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓല ബിരിയാണി പിന്നെ അതാണല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര എസ്തെറ്റിക്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡ്രസ്സ് ഒന്ന് സീനായ കാര്യം. അപ്പോൾ അത് കിട്ടായൊന്നുമില്ല, കിട്ടും. പക്ഷേ അതിനൊരു ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഈ വീഡിയോയിലുണ്ടാവില്ല. ബട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടാനായിട്ട് നോക്കാം. ഇന്ന് രാവിലെ തന്നെ വെള്ളമല്ലായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പം തന്നെ അമ്മ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. പലതിപ്പം മുഖം കഴുകലും അതുകൊണ്ട് കഴിയും. ഇമ്മ രാവിലെ തന്നെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇമ്മാൻ്റെ ചെമ്മീൻ ബിരിയാണി. ഇമ്മാൻ്റെ ബിരിയാണിയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബീഫും ചെമ്മീനുമാണ് കേട്ടോ. ഫിഷും നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ ഞാൻ ചീസ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഡെസേർട്ടായിട്ട് മാംഗോ ചീസ് കേക്ക്. അപ്പോൾ അതിന് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തലേന്നായപ്പോഴേക്കും എൻ്റെ മൂഡ് മൊത്തം പോയി ഉറക്കം വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേന്ന് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പം കാര്യങ്ങളൊക്കെ വേഗം സ്പീഡപ്പായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാങ്ങ 4-5 മാങ്ങ ഫുള്ള് തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ കഴുകി ട്രേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജസ്റ്റ് ഉണ്ടാക്കേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ. ഡെക്കറേഷന് വെച്ച സാധനം പരിഷ്കാരികൾ എന്ന് പറയും. അത് ഗൈസ്, ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റ് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ മാഡം. ഓ, നിങ്ങൾക്ക് അപ്പൊ പാത്രം ഷോ ഓഫ് ചെയ്യണല്ലേ? പക്ഷെ സ്റ്റവ് ഒക്കെ നല്ല ഷോ ഓഫ് ആണ്. അതൊക്കെ ഞാൻ കാണിക്കോ? പിന്നെ കുറച്ചേരം വെള്ളമൊക്കെ ഇരിക്കണല്ലേ. അത് ഞാൻ അടുക്കളയിൽ പോയിക്കാണെങ്കിൽ ഞാൻ എൻ്റെ പുഡിങ് ഉണ്ടാക്കട്ടെ. പുഡിങ് അല്ല, എൻ്റെ ചീസ് കേക്ക്. അങ്ങനെ പിന്നെ ഇമ്മാൻ്റെ പരിപാടീസുകൾ കഴിഞ്ഞതിന് ശേഷം കുളിക്കാനായിട്ട് പോയി. ഇനി നമ്മളുടെ പരിപാടിയാണ് ചീസ് കേക്ക് ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഈ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടോ, പക്ക മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്തിട്ടേ അല്ല. എൻ്റെ മനസ്സിലൊരു കണക്കുണ്ട്. ആ ഒരു കണക്കിൻ്റെ ഒരു ഊഹാപോഹത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഇമ്മാൻ്റെ ബ്രദറും എൻ്റെ എൻ്റെ 2 കസിൻസും വരും എന്നിങ്ങനെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട്സും ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ച്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് വന്നില്ല, തേച്ചു. ഇന്ന് രാവിലെ തന്നെ എണീറ്റതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ സംഭവം ആയ കാര്യം. അതിൽ ഇവർക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവളിങ്ങനെ വിളിച്ച് പറയും, ഓൾക്ക് പണി അറിയില്ലെങ്കിൽ നിർത്തിപ്പോകാൻ പറയാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമായിട്ടോ ഓൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മാക്സിമം മെസ്സേജ് അയക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചതിൻ്റെ ശേഷം എങ്ങനെ പോയാലും നമുക്കൊരു സങ്കടം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ ഡേ നല്ല പുതിയ ഡ്രസ്സ് ഇടുക, നിസ്കരിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. എല്ലാവർക്കും അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നെഗറ്റീവ്, പെട്ടെന്ന് ഡെസ്പാവുക, പെട്ടെന്ന് സങ്കടപ്പെടുക, ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ പെട്ടു കേട്ടോ. പക്ഷെ ഒരു ലിമിറ്റ് വരെ അത് കുറയ്ക്കാനായിട്ട് എൻ്റെ അമ്മേനെ കൊണ്ട് പറ്റും. കാരണം എൻ്റെ അമ്മ ഭയങ്കര പോസിറ്റീവ്. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതിലെന്തോ ഒരു നല്ല വശമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ പോവുക അല്ലെങ്കിൽ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നല്ല വശം ഉണ്ട്, അതിലൊരു ഹൈർ ഉണ്ട് എന്നാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ഡ്രസ്സാണ്, നമുക്കത് നാളെ മറ്റന്നാളൊക്കെ ഇടാം എന്ന് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഡേ അത് കാരണം സങ്കടപ്പെടുത്തി തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ പേജിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓല ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് അഡ്മിറ്റ് ചെയ്യണേ ഇല്ല. കാരണം ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർ ഡിലേ ആയിട്ട് തന്നെയാണ് ഇവർ സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പോയാലും ഇനിയിപ്പോൾ പോസ്റ്റൽ ഡിലേസ് വന്നാലും പോരാത്തതിന് ഇപ്പോൾ ഇതിൻ്റെ റഷും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും കുറച്ചെങ്കിലും ഒരു 2 ദിവസമെങ്കിലും നേരത്തെ അയച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടുമായിരുന്നു. പിന്നെ വേറൊരു കോമഡി ഉണ്ടായതെന്ന് വെച്ചാൽ ഇവർ അടുത്തുള്ള കൊറിയർ ഓഫീസിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. ഇത് കൊറിയർ ഓഫീസിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്, അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. പിന്നെ ഇവർ പൊടി പോലും കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ പുള്ളിക്കാരത്തി മുങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കൂടുതൽ മെസ്സേജ് അയച്ച്
ആ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാനൊന്നും നിന്നില്ല. നല്ലൊരു ദിവസമാണ്, എന്തിനാണ് വെറുതെ അത് കൊളാക്കി കളയുന്നത്. പിന്നെ ഓൾക്കത് റിട്ടേൺ എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഞാനവിടെ ലോക്കായി പോയി. കാരണം എന്താണ്, നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തും ചെയ്തു, നമുക്ക് ഡ്രസ്സും കിട്ടിയില്ല, ആ ഒരു അവസ്ഥയായി പോയി. പിന്നെ ഇത് കൊളാബറേഷനും നല്ലതായിരുന്നു കേട്ടോ. ഫുൾ എമൗണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പേ ചെയ്തിട്ട് ഓല് എനിക്ക് ഉറപ്പും തന്നതായിരുന്നു ഇതിന് മുൻപ് പോലെ എത്തിച്ച് തരും എന്നുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മേ ബി ഓല സൈഡ് നോക്കുമ്പോൾ ഓൽക്കത് ലോസ് അല്ല, പക്ഷേ എൻ്റെ സൈഡ് നോക്കുമ്പോൾ അതെനിക്കൊരു ഹ്യൂജ് ലോസാണ്. അപ്പോൾ വോട്ടെവർ, നമുക്ക് പുഡിങ്ങിൻ്റെ കാര്യം നോക്കാം. ഈ ചീസ് കേക്കിൻ്റെ കാര്യം നോക്കാം. ഇത് ടോട്ടൽ 4 ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. താഴെ ബിസ്ക്കറ്റും ബട്ടറും ഇങ്ങനെ ലെവൽ ചെയ്തിട്ട്, സെക്കൻഡ് ലെയർ മാംഗോ ചങ്ക്സും, പിന്നെ തേർഡ് ലെയർ വരുന്നത് ഈ ഒരു ക്രീമിൻ്റെ മിക്സും കൂടിയാണ്. ഈ ക്രീമിൻ്റെ മിക്സിലെന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീം ഉണ്ട്, ക്രീം ചീസ് ഉണ്ട്, കണ്ടൻസ് മിൽക്ക്, മാംഗോ പ്യൂരി, ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള മിക്സാണ്. പിന്നെ അതിൻ്റെ മേലായിട്ട് മാംഗോ പ്യൂരിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ സൈഡിൽ എന്താ പറയുക, ഈ എന്താ സാധനം, മാംഗോ ചങ്ക്സ് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ മെഷർമെൻറ്റ്സ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. കയ്യിൽ കിട്ടണ കണക്ക് വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ മാക്സിമം തീർക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കണം. അങ്ങനെ ഈ വെറൈറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത്. അപ്പോഴേക്കിനും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിച്ച് നിസ്കരിച്ച് അതിൽ ഞാൻ എൻ്റെ മൈലഞ്ചൊക്കെ ഷോപ്പ് ചെയ്യണം കേട്ടോ. നമുക്കെപ്പോഴും ഗേൾസിന് എപ്പോഴും അങ്ങനെയാണ്, മൈലഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അത് ചുവന്നണോ, നല്ല ഭംഗിയുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മണത്ത് നോക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹന്തിൻ്റെ സ്മെല്ല്. അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇമ്മ ബിരിയാണി വിളമ്പാന്ന്. നമ്മളെ വീട്ടിൽ ഭയങ്കര റെയർ ആയിട്ടാട്ടോ ബിരിയാണി വെക്കുക. അതും ബിരിയാണി ഇമ്മ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ബീഫ് ബിരിയാണിയാണെന്ന് വെക്കുക. ചെമ്മീൻ ബിരിയാണി എനിക്ക് തോന്നുന്നു കുറേ കാലത്തിൻ്റെ ശേഷമാണ് അങ്ങനെ ബിരിയാണി ആയിട്ട് വെക്കുന്നത്. ചെമ്മീൻ ചോറ് ഉണ്ടാക്കും കേട്ടോ അമ്മ ഇടയ്ക്ക്. എനിക്ക് തന്നെ ഞാൻ 2 തവണ എങ്ങാണ്ടോ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ അതിന് മുന്നേ ഒരു ഗരം മസാലേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗരം മസാലയാണ് യൂസ് ചെയ്തതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഉണ്ടാക്കിയ പുഡിങ് അത് സെറ്റായിട്ടില്ലായിരുന്നു. പുഡിങ് അല്ല പഠിച്ചവനെ, ചീസ് കേക്ക് സെറ്റായിട്ടില്ലായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചാലൊരു മധുരം അത് നിർബന്ധമാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉടയാതെ കിട്ടി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 11 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും വർത്തമാനം പറയലൊക്കെ കഴിഞ്ഞത്. അപ്പോൾ കിടന്നുറങ്ങി ഞാൻ. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് എണീറ്റ് നോക്കുമ്പോൾ 3 മണി. എന്തുറക്കാണ് ഞാൻ ഉറങ്ങിയതെന്ന് എനിക്ക് പോലും അറിയില്ല. നല്ല സുഖമുള്ള എന്താ പറയുക, ബിരിയാണി കഴിച്ചിട്ടുള്ള ഒരു നീന്തില്ലേ, അങ്ങനെ പറയുമല്ലോ, മധുരം സിനിമയിലുണ്ടല്ലോ, നല്ല സുഖമുള്ളൊരു നീന്തായിരുന്നു അത്. നല്ല അടിച്ച് ഓഫായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ ഉറങ്ങി എണീച്ചതിന് ശേഷം വീണ്ടും ബിരിയാണിയും ചീസ് കേക്കും കഴിച്ചു. പിന്നെ എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് എൻ്റെ ചീസ് കേക്ക് ഇഷ്ടമായില്ല. നോക്ക്, ഒരു എക്സ്പ്രഷൻ ഇടും ഇപ്പോൾ. ഇതൊരു പ്രത്യേകതരം ജീവിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടാൽ ഭയങ്കര ഡീസൻ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണില്ലെന്ന് കണ്ടാൽ എല്ലാതും ഇങ്ങനെ പരതാനായിട്ട് ഇറങ്ങും. ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ ആ സ്പോട്ടിന് വന്ന് ഓൻ്റെ സീറ്റിൽ വന്ന് ഇരിക്കും. ഞാനും എൻ്റെ കസിൻ ബ്രദേഴ്സും ഞങ്ങളുടെയൊക്കെ പേര് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നിച്ചു, പിന്നെ അതിന് താഴെയുള്ള ആൾ സച്ചു, പിന്നെ ഇപ്പോൾ ഒരു ആക്ഷൻ കാട്ടിയ ആളെ പേര് റച്ചു, ദൈ നിൽക്കണ മുതലിൻ്റെ പേര്. അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം ഓല് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഈദ് ഡേ വ്ളോഗ്.